ഇന്നത്തെ വചനധ്യാനത്തിനായി നമ്മൾ തിരഞ്ഞെടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ ജോസഫ് ദ ഷാഡോ ഓഫ് ജീസസ്, ദ പാത്ത് ഫ്രം പിറ്റ് ടു പാലസ്. ഒരു പൊട്ടക്കിണറ്റിന്റെ അവസ്ഥയിൽ നിന്ന് രാജാവിൻ്റെ താഴെ സെക്കൻഡ് ഇൻ കമാൻഡ് ആക്കിയ ജോസഫിൻ്റെ ജീവിതമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് യേശു ക്രിസ്തുവിൻ്റെ ജീവിതമായിട്ട് അതിൻ്റെ ഷാഡോ ആയി. യോസഫിന്റെ ജീവിതം എങ്ങനെ ആയിരുന്നു? അത് മാത്രമല്ല, ഒരു പുതിയ നിയമ വിശ്വാസിക്ക് യോസഫിന്റെ ജീവിതത്തിൽ നിന്നും യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ നിന്നും വചനം നമ്മളോട് എന്ത് സംസാരിക്കുന്നു, പുതിയ നിയമസഭയോട് ദൈവം എന്ത് സംസാരിക്കുന്നു എന്നുള്ള ഭാഗങ്ങളാണ് നമ്മൾ അല്പനേരത്തേക്ക് ചിന്തിക്കാൻ പോകുന്നത്. നമുക്ക് നമ്മളുടെ തലകളെ വണക്കാം, കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. Precious, eternal, heavenly, loving Father, we thank you, Lord, for this time that you are here in our midst. Father, you are the author of the word. In the beginning was the word, and the word was with God, and the word was God. Jesus Christ, you are moving in this place. Lord, I pray that you will touch my tongue, that I will speak the truth and the fullness of the truth, and even through the life of Joseph. And as we look back on your life, Lord Jesus, that we will be encouraged on this earth as we continue our journey through this wilderness till we reach our promised land of Canaan. Thank you for your presence in our midst. May you bless everyone who listens to this word, and may you touch them and change their circumstances. May your spirit move mightily in their lives. To you we give the honor and glory. In Jesus' name we pray. Amen. Amen. Praise the Lord. ജോസഫിൻ്റെ ജീവിതത്തിലും യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും ഏകദേശം 7 ഘട്ടങ്ങളായി നമുക്ക് പഠിക്കാം. 7 സാഹചര്യങ്ങൾ, 7 phases, 7 steps. The first phase was Joseph was very favored by his father. Joseph was a chosen child. Hallelujah. നമുക്കതിന് ആധാരമായി ജനസിസ് 37:3 ജോസഫ് വാർദ്ധക്യത്തിലെ മകനായകൊണ്ട് ഇസ്രായേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ചു, ഒരു നിലയങ്കി അവന് ഉണ്ടാക്കി കൊടുത്തു. ജോസഫ് വാർദ്ധക്യത്തിലുള്ള മകനായാൽ അവനെ അധികം സ്നേഹിച്ചു. Joseph was a very special and loved child by his father. അവൻ്റെ പിതാവ് അവൻ്റെ ഒരു പ്രത്യേക കോട്ട് ഉണ്ടാക്കി കൊടുത്തതായിട്ട് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ ജീവിതം നമ്മൾ നോക്കുമ്പോഴും യേശു ക്രിസ്തു യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് യോർദാനിൽ നിന്ന് കയറി വരുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു ഒച്ച മുഴങ്ങി, "This is my beloved son in whom I am very pleased." യോസഫ് എപ്രകാരം പിതാവിൻ്റെ വളരെ സ്നേഹം കൈപ്പറ്റിയ പുത്രനായിരുന്നു, അപ്രകാരം ജീസസ് ഓൾസോ വാസ് ദ ബിലവഡ് സൺ ഓഫ് ഫാദർ ഗാഡ്. ഒരു വിശ്വാസിയെ നോക്കി നമുക്കിപ്പം പറയാൻ പറ്റും, വി ആർ പ്രീഡിസ്റ്റൈൻഡ്. എഫേസ്യർ 1:4 എഫേസ്യർ 1:4 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിനു അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുത്തതിനു അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. ആമേൻ. സ്നേഹത്തിൽ നമ്മെ മുൻനിയമിച്ചു. എപ്രകാരം ജോസഫിന് പറയാൻ പറ്റും that I was a beloved son of my father, that my father gave me a special coat. യേശുവിനും പറയാൻ പറ്റും that there was the righteousness of God upon him. He left the heavens. പിതാവിൻ്റെ ഏകജാതനായ പുത്രൻ ലോകത്തിലേക്ക് കടന്നു വന്ന് മാനവരാശിയുടെ പാപത്തിനായി കടന്നു വന്നപ്പോൾ he had the anointing from heaven. സ്നാനമേറ്റ് സ്നാനത്തിൽ നിന്ന് വെളി വരുമ്പോൾ "This is my beloved son" എന്ന് പറഞ്ഞ പിതാവിൻ്റെ ശബ്ദം ഇന്ന് എല്ലാ വിശ്വാസികളുടെയും ജീവിതത്തിൽ മുഴങ്ങുമ്പോൾ we are also told that we are predestined with his love. നമ്മളെ മുൻ നിയമിക്കപ്പെട്ട ഒരു അനുഭവമാണ് നമ്മൾ കാണുന്നത്. യേശു നമ്മളുടെ കണ്ണ് തുറന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് യേശുവിനെ കാണാൻ സാധ്യമല്ല. യേശു നമ്മളുടെ കണ്ണുകൾ തുറന്നതിനായി നമുക്ക് ഈ രാവിലെ കാലം ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ജോസഫ് വാസ് വെരി ഫേവേർഡ് ഫ്രം ഗാഡ്. ജോസഫ് ഈ ലോകത്തിൽ വന്നപ്പോൾ തന്നെ ഒരു ഡ്രീമിൽ കൂടെ ജോസഫിന്റെ കമ്മീഷൻ ദൈവം ജോസഫിന് കൊടുത്തു. ജനസിസ് ചാപ്റ്റർ 37 verses 4 and 5. അപ്പൻ തങ്ങളെ എല്ലാവരെക്കാളും അവനെ അധികം സ്നേഹിക്കുന്നു എന്നു അവന്റെ സഹോദരന്മാർ കണ്ടിട്ടു അവനെ പകച്ചു. അവനോട് സമാധാനമായി സംസാരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. യോസഫ് ഒരു സ്വപ്നം കണ്ടു, അത് തന്റെ സഹോദരന്മാരോട് അറിയിച്ചതുകൊണ്ട് അവർ അവനെ പിന്നെയും അധികം പകച്ചു. യോസഫ് ഒരു സ്വപ്നം കണ്ടു. ദൈവ നിയോഗം പ്രകാരം ഉള്ള സ്വപ്നം ജോസഫിന്റെ ജീവിതത്തിൽ കണ്ട് ഈ സ്വപ്നത്തെ തൻ്റെ സഹോദരന്മാരോട് ഷെയർ ചെയ്തപ്പോൾ
അവർക്ക് ഇത് കൈക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഈവൻ ദോ ജോസഫ് വാസ് ദ മോസ്റ്റ് ലവ്ഡ് ഓഫ് ഹിസ് ഫാദർ, തൻ്റെ സ്വന്തം സഹോദരങ്ങൾക്ക് യോസഫിനെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. യേശു ക്രിസ്തു വാസ് സെന്റ് ഫോർ ദ ജൂസ്, യഹൂദന്മാരുടെ മധ്യേ യഹൂദന്മാരുടെ രക്ഷയ്ക്കായി അവരെ രാജാവായി കടന്നുവിട്ട യേശുവിനെ യഹൂദന്മാർക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല. യോസഫിന്റെ ജീവിതം പഠിക്കുമ്പോൾ തൻ്റെ സ്വന്തം സഹോദരൻ യോസഫിനെ അംഗീകരിക്കാത്ത പോലെ യേശു ക്രിസ്തുവിനെ യഹൂദ മക്കൾ അംഗീകരിച്ചില്ല. ഇന്ന് യേശു ക്രിസ്തുവിന്റെ മക്കളാവുന്ന നമ്മൾ പലയിടത്തുനിന്നും നമുക്ക് അംഗീകാരം കിട്ടാതെ വരുന്നു. യേശു ക്രിസ്തുവിനെ നമ്മൾ ഫോളോ ചെയ്യുന്നോണ്ട് ചിലപ്പം വീട്ടുകാർ നമ്മളെ അംഗീകരിക്കത്തില്ല. യേശുവിന് വേണ്ടി നമ്മളൊരു സ്റ്റാൻഡ് എടുത്ത് നിൽക്കുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ സഭക്കാർ നമ്മളെ തള്ളിയെന്ന് വരും. യേശുവിന് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ചിലയിടത്ത് അംഗീകാരം കിട്ടിയില്ലേലും നമ്മൾ ഓർക്കുക, നമ്മൾ യേശുവിൻ്റെ പാതയാണ് പിൻപറ്റിയത്. എല്ലായിടത്തും അംഗീകാരം കിട്ടാൻ വേണ്ടിയല്ല യേശു നമ്മളെ ഈ ലോകത്തേക്ക് അയച്ചത്. യേശുവിൻ്റെ പാത പിൻപറ്റുവാൻ വേണ്ടിയാണ് യേശു നമ്മളെ ഈ ലോകത്തേക്ക് അയച്ചത്. നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് നമ്മളെ കണ്ട ദൈവം ഇപ്രകാരം പറയുന്നു, നീ അംഗീകരിക്കപ്പെടാൻ വേണ്ടിയല്ല, നീ എന്നെ ഫോളോ ചെയ്യാൻ, യേശു ക്രിസ്തുവിന്റെ ഡിസൈപ്പിളായി തീരുവാൻ വേണ്ടി ഇന്ന് സൂക്ഷിക്കുക. രണ്ടാമതായി നമുക്ക് ചിന്തിക്കാവുന്നത്, ഹി വാസ് റിജക്റ്റഡ്. 37-4 വാക്യം, പിന്നെ 37-24 വാക്യവും, പിന്നെ 37-28 വാക്യവും നമുക്ക് വായിക്കാം. ജനസിസ് 37-4, 24, 28. അപ്പൻ തങ്ങളെ എല്ലാവരെക്കാളും അവനെ അധികം സ്നേഹിക്കുന്നുവെന്ന് അവൻ്റെ സഹോദരന്മാർ കണ്ടിട്ടു അവനെ പകച്ചു. അവനോട് സമാധാനമായി സംസാരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. യോസഫ് ഒരു സ്വപ്നം കണ്ടു, അത് തൻ്റെ സഹോദരന്മാരോട് അറിയിച്ചതുകൊണ്ട് അവർ അവനെ പിന്നെയും അധികം പകച്ചു. അത് വെള്ളമില്ലാത്ത പൊട്ടക്കിഴിയായിരുന്നു. അവർ ഭക്ഷണം കഴിപ്പാൻ ഇരുന്നപ്പോൾ തലപൊക്കി നോക്കി, ഗിലെയാദിൽ നിന്ന് സാമ്പ്രാണിയും സുഗന്ധപശയും സന്നിനായകവും ഒട്ടകപ്പുറത്ത് കയറ്റി മിസ്രൈമിലേക്ക് കൊണ്ടുപോകുന്ന ഇശ്രായേല്യരുടെ ഒരു യാത്രാക്കൂട്ടം വരുന്നത് കണ്ടു. അപ്പോൾ യഹൂദ തൻ്റെ സഹോദരന്മാരോട്, നാം നമ്മുടെ സഹോദരനെ കൊന്നു അവൻ്റെ രക്തം മറച്ചിട്ട് എന്ത് ഉപകാരം? വരുവിൻ, നാം അവനെ ഇസ്രായേലർക്ക് വിൽക്കുക, നാം അവൻ്റെ മേൽ കൈവയ്ക്കരുത്, അവൻ നമ്മുടെ സഹോദരനും നമ്മുടെ മാംസവുമല്ലോ എന്ന് പറഞ്ഞു. അവൻ്റെ സഹോദരന്മാർ അതിനു സമ്മതിച്ചു. മിദ്യാന കച്ചവടക്കാർ കടന്നു പോകുമ്പോൾ അവർ യോസഫിനെ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി ഇസ്രായേലർക്ക് 20 വെള്ളിക്കാശിന് വിറ്റു. അവർ യോസഫിനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. യോസഫിന്റെ ജീവിതത്തിൽ ദൈവം ഒരു കമ്മീഷൻ കൊടുത്തു, ദൈവം ഒരു ഡ്രീം കൊടുത്തു. ആ ഡ്രീം തന്റെ സ്വന്തം സഹോദരങ്ങളോട് പറഞ്ഞപ്പോൾ യോസഫിന് കിട്ടിയ പ്രതിഫലം ഒരു പൊട്ടക്കിണറാണ്. ഇറ്റ് വാസ് എ പിറ്റ്. സ്വന്തം സഹോദരങ്ങൾ അവനെ ഒരു പിറ്റിലേക്ക് തള്ളിക്കളയുവാൻ ഇടയുണ്ടായി. ഇന്ന് ലോകക്കാർ നീ ദൈവ നിയോഗപ്രകാരം മുമ്പോട്ട് പോവാന്നറിയുമ്പോൾ അവർ നിന്നെ തള്ളി ഇടാൻ നോക്കുന്നത് ഒരു കിണറ്റിലേക്കാണ്. എന്നാലും ഒരു സഹോദരന് കൊന്നുകളയണ്ടെന്ന് തോന്നിയപ്പോൾ യോസഫിനൊരു പ്രതീക്ഷ വന്നു കാണും, എൻ്റെ സഹോദരന്മാർ ഇപ്പോൾ എന്നെ പൊട്ടക്കിണറ്റിൽ നിന്ന് വലിച്ചു കയറ്റുവാണല്ലോ. അവർക്ക് ഒരു ഡിപ്പെൻഡൻസ് വന്ന് എന്നെ ചിലപ്പോൾ ഇപ്പം പൊട്ടക്കിണറ്റിൽ നിന്ന് കയറ്റുവന്ന് വിചാരിച്ച് ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത് 20 വെള്ളിക്കാശിന് സ്വന്തം സഹോദരന്മാർ അവനെ വിറ്റുകൊടുക്കുന്ന ഒരവസ്ഥ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലും 30 വെള്ളിക്കാശിന് യേശുവിനെ വിറ്റുകൊടുക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ പറ്റും. യോസഫ് എന്ന് പറയുന്നത് യേശുവിന്റെ ഷാഡോ ആണ്. ഇസ്കരിയോത്താവായ യൂദ ഹൈപ്രീസ്റ്റിന്റെ അടുത്ത് പോയി 30 വെള്ളിക്കാശിന് യേശുവിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ യൂദ മറന്നുപോയ ഒരു കാര്യമുണ്ട്, യോസഫിന്റെ ജീവിതം. മനുഷ്യൻ തള്ളിയാലും തള്ളാത്തൊരു ദൈവമുണ്ട്. മനുഷ്യൻ പൊട്ടക്കിണറ്റിലിട്ട് കാശിനു വേണ്ടി വലിച്ച് വെളിയിലെടുത്ത് വിറ്റാലും തള്ളാത്തൊരു ദൈവമുണ്ട്. വിഷൻ കൊടുത്ത യോസഫിന് വിഷൻ കൊടുത്ത ദൈവം, യേശു ക്രിസ്തുവിന് കമ്മീഷൻ കൊടുത്ത ദൈവം. ഇന്ന് ആ യേശുവിനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇന്ന് നിന്നെയും എന്നെയും വിറ്റ് കാശുണ്ടാക്കാൻ, അവരുടെ കാര്യങ്ങൾ നേടാൻ അനേകർ നമ്മളെ ചുറ്റും കാണും. സാഹചര്യം ഒത്തു വന്നാൽ, തള്ളി പറഞ്ഞാൽ, ഒരു പൊട്ടക്കിണറ്റ് അവസ്ഥയിൽ ഇട്ടാൽ, അല്ലെങ്കിൽ അവർ മുഖാന്തരം എനിക്കൊരു ലാഭം ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നവർ അനേകർ കാണും. പക്ഷെ യേശു നിന്നെ ഒരു ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയല്ല വിളിച്ചത്, യേശുവിന്റെ ക്രൂശ് ചുമക്കാനാ വിളിച്ചത്. ഈ രാവിലെ കാലം നിന്നെ ആരെന്തു പറ്റുമെന്നും പറഞ്ഞ് നിന്നെ തള്ളിയാലും യേശുവിന്റെ കരം നിന്നെ ഉയർത്താനായി കടന്നു വരും. യോസഫിന്റെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുന്നു, സ്വന്തം സഹോദരങ്ങളാണ് തള്ളിയത്, സ്വന്തം സഹോദരങ്ങളാണ് വിറ്റ് കളഞ്ഞത്. പക്ഷേ പിതാവായ ദൈവം, അവന് വിഷൻ കൊടുത്ത ദൈവം അവനെ കൈവിട്ടില്ല. John chapter 15 verses 19. John chapter 15, the Gospel of John. നിങ്ങൾ ലോകക്കാർ ആയിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു.
എന്നാൽ നിങ്ങൾ ആയിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ലോകം നിങ്ങളെ പകയ്ക്കുന്നതിന്റെ കാരണം ഒന്നുണ്ട്, അവർ യേശുവിനെ അറിഞ്ഞില്ല. യേശുവിനെ ഫോളോ ചെയ്യുന്ന നിങ്ങളെ ലോകക്കാർ തള്ളിക്കളയും. ചിലപ്പം നിങ്ങളുടെ വീട്ടുകാരായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ കൂടെ വരുന്ന ചർച്ചുകാരായിരിക്കും. നിങ്ങൾ യേശുവിനെ യഥാർത്ഥമായി അറിയുമ്പോൾ അവർ നിങ്ങളെ തള്ളി പറയും. നിങ്ങൾക്ക് ആശ്രയിപ്പാൻ ആരും കാണത്തില്ല. പക്ഷേ ഈ സഭായോഗത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, യേശു നിന്നെ മറക്കത്തില്ല. നിന്നെ സ്നേഹിച്ച, നിന്നെ യേശുവിന്റെ സ്നേഹത്തിലേക്ക് നിർണയിച്ച യേശുവിന്റെ സ്നേഹം ഒരു നാളും വഴി മധ്യേ കൈവിട്ടേച്ച് പോകുന്ന ദൈവസ്നേഹമല്ല. ആര് തള്ളിക്കളഞ്ഞാലും തള്ളാത്തൊരു ദൈവത്തിന്റെ സന്നിധിയിലേക്കാണ് നീ കടന്നു വന്നേക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ കഷ്ടമുണ്ട്, അത് യേശു പറഞ്ഞൊരു വാഗ്ദത്തമാണ്. കഷ്ടമുണ്ടെങ്കിലും അത് സാരമില്ല, അത് അതിജീവിക്കാനുള്ള കൃപയും ശക്തിയും അവനിൽ നിന്ന് ഇന്ന് രാവിലെ കാലം നിനക്ക് അവൻ പകർന്നു തരും. 2 Timothy chapter 3 verses 12. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യം. നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മയും തള്ളിപ്പറയും. നാം അവനെ തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മളെയും തള്ളിപ്പറയും. ഇന്ന് യേശുവിനെ അറിഞ്ഞ ദൈവമക്കൾ സാഹചര്യത്തിന്റെ പ്രതികൂലങ്ങളുടെ മധ്യേ യേശുവിനെ നിങ്ങൾ തള്ളിപ്പറയല്ല. നിങ്ങൾ ചുറ്റും നോക്കിയാൽ നിങ്ങൾക്ക് മോട്ടിവേഷൻ, നിങ്ങൾക്ക് എൻകറേജ്മെന്റ് തരാൻ ആരുമില്ലെങ്കിലും വചനത്തിൽ നിങ്ങളെ തന്നെ അടിസ്ഥാനം ഉറപ്പിക്കുക. ക്രിസ്തു ആവുന്ന പാറമേൽ നിങ്ങളുടെ ജീവിതങ്ങളെ പണിയുക. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങളെ എന്നെ ജയിക്കില്ല എന്ന് വാക്ക് പറഞ്ഞ ദൈവം, അവൻ വാക്ക് മാറുകയില്ല. അവൻ വാക്ക് മാറിയാൽ ഭൂമിയുടെ ചലനം തന്നെ നിൽക്കും. എല്ലാം ഉളവായത് അവന്റെ വാക്കിനാലാണ്. ഇന്ന് വാക്ക് പറഞ്ഞ ദൈവം വാക്ക് മാറുന്ന ദൈവമല്ല. നിന്നെ അനുഗ്രഹിക്കാതെ അവൻ നിന്നെ വിടുകയില്ല. ആദ്യം അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, പുറകെ സകല തരുമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം, ഇന്ന് നീ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചവർ ഇന്ന് സ്നാനപ്പെട്ടില്ലെങ്കിൽ ദൈവവചനമനുസരിച്ച് യേശുവിനെ ഫോളോ ചെയ്ത് യേശു എപ്രകാരം യോർദാനിൽ സ്നാനപ്പെട്ടോ അപ്രകാരം നിങ്ങളും സ്നാനപ്പെട്ടിരുന്നാൽ മാത്രം പോരാ, പരിശുദ്ധാത്മാവ് അഭിഷേകം പ്രാപിച്ച് അന്യഭാഷ അടയാളത്തോടെ സംസാരിച്ച്, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല സംസാരിക്കുന്ന, അവൻ ദൈവത്തോട് സംസാരിക്കുന്നു. യേശുവിനെ റിജക്ട് ചെയ്ത ജൂസ്, ഇന്ന് നിങ്ങളുടെ സഹോദരങ്ങൾ നിന്നെ റിജക്ട് ചെയ്താലും നിരാശരാവല്ല. യേശുവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. നിന്റെ സ്വന്തം ശക്തിയാലല്ല, നിന്റെ സ്വന്തം ബലത്താലല്ല, സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാൽ മുമ്പോട്ട് പോവാൻ അവൻ നിനക്ക് കൃപ തരും. ഇനിയും അടുത്തായിട്ട് നമുക്ക് ധ്യാനിക്കേണ്ടത്, you have to be faithful. You have to be faithful. Genesis 39 verses 9. Genesis chapter 39 verses 9. ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല. നീ അവന്റെ ഭാര്യയാകിയാൽ നിന്നെ അല്ലാതെ മറ്റു യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ചു ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. യോസേഫിനെ വിറ്റ് കഴിഞ്ഞിട്ട് പോത്തിഫർ ഫറവോന്റെ ഒരു ക്യാപ്റ്റന്റെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കുകയുണ്ടായി. താൻ വളരെ വിശ്വസ്തനാന്ന് കണ്ട് പോത്തിഫർ അവന്റെ വീട്ടിലെ എല്ലാ കാര്യവും യോസേഫിനെ ഏൽപ്പിക്കുകയുണ്ടായി. ഇത് വിളിച്ചു പറയുന്നത്, സ്വന്തം സഹോദരങ്ങൾ തല്ലിയെങ്കിലും, സ്വന്തം സഹോദരങ്ങൾ കൈവിട്ടെങ്കിലും, വളരെ കയ്പിന്റെ അവസ്ഥ വന്നാലും അവൻ ദൈവത്തോട് വളരെ വിശ്വസ്തനായിരുന്നു. ദൈവം അവനെ ഏത് സാഹചര്യത്തിലാക്കിയോ അവിടെ എല്ലാം വളരെ വിശ്വസ്തമോടെ ജോസഫായി തീർന്നു. പോത്തിഫറിന്റെ വീട്ടിൽ പാപം വന്ന് തന്റെ ജീവിതത്തിൽ മുട്ടിയപ്പോഴും അവനറിയായിരുന്നു, യഹോവയിൽ ഞാൻ ആരാണ്. എന്നെ തന്റെ വിശുദ്ധിയിലും വേർപാടിലും കാക്കണ്ടിയ യോസഫ് അവൻ പാപത്തോട് എതിർത്തു നിന്നു. ഇന്ന് നീ ദുഷ്ടനോട് എതിർത്ത് നിൽക്കുക, ദുഷ്ട പിശാച് നിങ്ങളെ വിട്ടുപോകും. പ്രൈസ് ദി ലോർഡ്. ഇത് യോസഫിന്റെ ജീവിതത്തിൽ മാത്രമല്ല, യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലും നമ്മൾ വായിക്കുമ്പോൾ മാത്യു 26 verses 59 to 61, മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 51 മുതൽ 61 വരെയുള്ള വാക്യങ്ങൾ. മഹാപുരോഹിതന്മാരും ന്യായാധിപി സംഘം ഒക്കെയും യേശുവിനെ കൊല്ലേണ്ടതിന് അവന്റെ നേരെ കള്ളസാക്ഷ്യം അന്വേഷിച്ചു. കള്ളസാക്ഷികൾ പലരും വന്നിട്ടും പറ്റിയില്ല. ഒടുവിൽ 2 പേർ വന്നു. ദൈവമന്ദിരം പൊളിച്ച് 3 ദിവസം കൊണ്ട് വീണ്ടും പണിയാൻ എനിക്ക് കഴിയും എന്ന് ഇവൻ പറഞ്ഞു എന്ന് ബോധിപ്പിച്ചു. മഹാപുരോഹിതൻ എഴുന്നേറ്റ് അവനോട്, നീ ഒരു ഉത്തരവും പറയുന്നില്ലയോ? ഇവർ നിന്റെ നേരെ സാക്ഷ്യം പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഒരു കള്ളസാക്ഷ്യവും ശരിയാവാത്തപ്പോൾ വീണ്ടും കള്ളസാക്ഷ്യങ്ങൾ പറഞ്ഞു. യോസഫിന്റെ എതിരെയും ഒരു കള്ളസാക്ഷ്യം ഉണ്ടായിരുന്നു. യേശുവിന്റെ ജീവിതത്തിൽ യേശുവിനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞപ്പോൾ, ഹല്ലേലൂയ, കള്ളസാക്ഷ്യം നിമിത്തമാണ്
ജഡ്ജ്മെന്റിലേക്ക് പോകുന്നത്. ഹല്ലേലൂയ. യേശുവിനെ എതിരെ കള്ളസാക്ഷികൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ദൈവവിശ്വാസികൾ, ദൈവജനമേ, നിങ്ങളുടെ എതിരെയും ദുഷ്ടപിശാച് അനേക കള്ളസാക്ഷികളെ ഉയർത്തിയാലും നീ പിടിച്ചു നിൽക്കണം. യേശുവിന്റെ വല്ലഭത്തുള്ള കരത്തിൽ നീ താഴ്ന്നിരിക്കണം. തക്ക സമയത്ത് നിന്നെ ഉയർത്തുന്ന ദൈവത്തിന്റെ അദൃശ്യമായ കരം. എത്ര കള്ളസാക്ഷി നിന്റെ എതിരെ ഉയർന്നാലും നിന്നെ ഉയർത്തുന്ന ഒരു ദൈവ സാന്നിധ്യം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. നീ എന്നെ ശ്രവിക്കുന്ന ദൈവമക്കളെ, നിനക്കെതിരെ ആരേത് രേഖ എഴുതിയാലും സകല രേഖകളെ മാറ്റിക്കളയുന്ന ദൈവ സാന്നിധ്യം ഇന്ന് നമ്മളുടെ മധ്യേ വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എപ്രകാരം ജീസസ് ഒരു ഫെയ്ത്ത്ഫുൾ സർവന്റ്. ജീസസ് said, I didn't come to be served, but I came to serve. ഹല്ലേലൂയ. യേശുവിനെ ഫോളോ ചെയ്യുന്ന നമ്മൾ not to be served but to serve. ഹല്ലേലൂയ. നമ്മളെ വിളിച്ചേക്കുന്ന സർവൻസ് ആയിട്ടാണ്. ഒരു സർവന്റ് ഒരു ഭവനത്തിൽ എപ്രകാരം എത്രമാത്രം ഫെയ്ത്ത്ഫുൾ ആയിട്ട് ജോലി ചെയ്യുന്നെന്ന് ഇന്ന് രാവിലെ കാലം യേശു നോക്കുന്നു. 1 കൊരിന്ത്യർ 4:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്കിപ്പോൾ വായിക്കാം. ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളെ ഗൃഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തരും എണ്ണിക്കൊള്ളട്ടെ. ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. നിങ്ങളോ മനുഷ്യൻ കഴിക്കുന്ന വല്ല വിസ്താരത്തിലോ എന്നെ വിധിക്കുന്നത് എനിക്കും എത്രയും ലഘുകാര്യം. ഞാൻ എന്നെ തന്നെ വിധിക്കുന്നതുമില്ല. ഇന്ന് ഒരു ഗൃഹവിചാരകൻ ഏറ്റവും വിശ്വസ്തനായിരിക്കണം. വിശ്വസ്തത നമ്മളുടെ ഉള്ളിലൊരു സ്വഭാവമായിരിക്കും. നമ്മൾ വിശ്വസ്തന്മാരായിരിക്കണം. ദൈവം നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങൾ എത്ര ചെറുതാന്നേലും അത് വിശ്വസ്തയോടെ നമ്മൾ ചെയ്യണം. അല്പത്തിൽ വിശ്വസ്തനായവനെ ദൈവം നിന്നെ അധികത്തിൽ വിചാരകനാക്കും. 1000 വർഷം ദൈവം രാജാവെ വാഴുന്ന കാലത്ത് യേശു നിന്നെ അധികത്തിൽ വിചാരകനാക്കും. ഈ ലോകത്തിലെ അംഗീകാരം നിനക്ക് വേണ്ട. ഈ ലോകത്തിലെ അപ്രൂവൽ അല്ല. യേശുവിനെ അപ്രൂവ് ചെയ്യാത്തവർ ഇന്ന് ചിലപ്പോൾ നിന്നെ അപ്രൂവ് ചെയ്യുന്നു വരത്തില്ല. പക്ഷേ യേശുവിന്റെ ഒരു വിശ്വസ്തദാസൻ എന്നുള്ള വിളി നീ കേൾക്കേണ്ടതിനാൽ നീ അവന്റെ കാര്യം വളരെ വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുക. ഏറ്റവും ചെറിയ കാര്യമാണെങ്കിലും ഏൽപ്പിച്ച കാര്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുവാൻ ദൈവം നമ്മളോട് ഇന്ന് രാവിലെ കാലം ഓർമ്മിപ്പിക്കുന്നു. വിശ്വസ്തനായി നിന്ന യോസഫിന് കിട്ടിയ പ്രതിഫലം പ്രിസനാണ്. വിശ്വസ്തമായിട്ട് പോത്തിഫറിന്റെ വീട്ടിൽ നിന്ന് എല്ലാ കാര്യവും ചെയ്തിട്ടും പാപത്തിൽ നോടി മാറിയ യോസഫിന് കിട്ടിയ പ്രതിഫലം എന്ന് പറഞ്ഞാൽ പ്രിസനാണ്. നമുക്ക് വായിക്കാം ജനസിസ് 39:20. യോസഫിന്റെ യജമാനൻ അവനെ പിടിച്ചു രാജാവിന്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗൃഹത്തിൽ ആക്കി. അങ്ങനെ അവൻ കാരാഗൃഹത്തിൽ കിടന്നു. എന്നാൽ യഹോവ യോസഫിനോട് കൂടെ ഇരുന്നു. കാരാഗൃഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. യോസഫ് തന്റെ യജമാന്റെ വീട്ടിൽ ഏറ്റവും വിശ്വസ്തനായിരുന്നെങ്കിലും കള്ളസാക്ഷി നിമിത്തം അവനെ കാരാഗ്രഹത്തിൽ പിടിച്ചിടുകയുണ്ടായി. കാരാഗ്രഹത്തിന്റെ അനുഭവം വന്നപ്പോഴും യോസഫ് പെറുവർത്തില്ല. അവിടെയും അവൻ യഹോവയിൽ വിശ്വസ്തനായിരുന്നു. ഇന്ന് ദൈവസന്നിധിയിൽ നേരോടെ നടക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിന്റെ എതിരെ പ്രതികൂലം വന്നാലും നിങ്ങൾ ഭയക്കണ്ട. യഹോവ നിന്നെ കണ്ടിട്ടുണ്ട്. യഹോവ നിന്റെ തല ഉയർത്തുന്ന ദൈവമാണ്. അവനിലേക്ക് നോക്കിയവരാരും ലജ്ജിച്ചു പോയിട്ടില്ല. അവനവന്റെ തല ഉയർത്തിയിട്ടേ ഉള്ളൂ. യേശു ക്രിസ്തുവിന്റെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 23-4 പീലാത്തോസ് മഹാപുരോഹിതന്മാരോടും പുരുഷാരത്തോടും ഞാൻ ഈ മനുഷ്യനിൽ കുറ്റമൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. അതിനു അവർ, അവൻ ഗലീലയിൽ തുടങ്ങി യഹൂദയിലെങ്ങും ഇവിടത്തോളം പഠിപ്പിച്ചു ജനത്തെ കലഹിപ്പിക്കുന്നു എന്ന് നിഷ്ഠാർച്ചിച്ചു പറഞ്ഞു. ഇത് കേട്ടിട്ട് ഈ മനുഷ്യൻ ഗലീലക്കാരനോ എന്ന് പീലാത്തോസ് ചോദിച്ചു. ഹെരോദാവിന്റെ അധികാരത്തിൽ ഉൾപ്പെട്ടവൻ എന്നറിഞ്ഞു. അന്ന് യെരുശലേമിൽ വന്നു പാർക്കുന്ന ഹെരോദാവിന്റെ അടുക്കൽ അവനെ അയച്ചു. ഹാലേൽ. നമുക്ക് തുടർന്നും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഒരു പ്രിസണറെ ഇറക്കി വിടുന്ന ഫെസ്റ്റിവലിന്റെ സമയത്ത് ഇറക്കി വിടും. അന്നേരം യഹൂദന്മാർക്ക് യേശുവിനെ ക്രൂശിക്കുക, ബറാബാസിനെ ഞങ്ങൾക്ക് ഇറക്കി തരിക. ഈ ബറാബാസ് എന്ന് പറഞ്ഞ മനുഷ്യൻ, ഹി വാസ് എ മർഡറർ. യേശു ക്രൂശിക്കപ്പെടുന്ന കാരണം ബറാബസ് ഒരു മർഡറിന്, പ്രിസണിൽ കിടക്കേണ്ട ഈ മർഡറിന് അവൻ ഫ്രീ ആയി. അവന് വെളിയിൽ പോവാൻ പറ്റി. ഇന്ന് യേശു നീ മുഖാന്തരം നിന്റെ താഴ്ചയിൽ അനേകര് ഒരു ഉദ്ദേശം കാണുന്നുണ്ടായിരിക്കും. നീ താഴ്ന്നിട്ട് വേണം ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച വരാൻ. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ നിന്നെ എത്ര താത്തിയാലും നീ ഭയപ്പെടണ്ട. തക്ക സമയമാകുമ്പോൾ ദൈവം നിന്നെ ഉയർത്തും.
മനുഷ്യൻ നിന്നെ എത്ര തള്ളിയാലും നീ ഭയപ്പെടേണ്ട. ഒരു ഉയർത്തുന്ന ദൈവം നിന്റെ അടുത്ത് ഇന്ന് രാവിലെ കാലം വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. സാഹചര്യങ്ങൾ നിന്നെ താഴ്ത്താൻ നോക്കിയാലും വെള്ളം നിന്നെ കവിയുകയില്ല. വെള്ളത്തിന് നിന്നെ മുക്കിക്കളയാൻ സാധ്യമല്ല. അഗ്നി നിന്നെ ദഹിപ്പിക്കുകയില്ല. സിംഹങ്ങളുടെ വായടച്ച ദൈവം ഇന്ന് നമ്മുടെ മധ്യയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1 പത്രോസ് 4 അധ്യായം 13 വാക്യം. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവീൻ. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പരകാര്യത്തിൽ ഇടപെടുന്നവനായിട്ടുമല്ല. നമ്മളെ വിളിച്ചേക്കുന്നത് ഈ ലോകത്തിൽ കഷ്ടങ്ങളുണ്ട്, കഷ്ടം സഹിക്കാനാണ്. ഈ ലോകത്തിലെ യേശു സഹിച്ച പോലെ നമ്മൾ സഹിക്കുമ്പോൾ യേശുവിൻ്റെ പ്രത്യക്ഷതയിൽ നമ്മളെ കണ്ണുനീർ മാറിപ്പോകും, നമ്മളെ ദുഃഖങ്ങൾ മാറിപ്പോകും, തക്കതായ പ്രതിഫലം തരും. ഹല്ലേലൂയ. നിങ്ങളിപ്പോൾ ഒരു വളരെ പ്രയാസമേറിയ സാഹചര്യത്തിൽ കടന്നു പോവാന്നേലും ധൈര്യപ്പെട്ടിരിക്കുക, യഹോവയിൽ പ്രത്യാശ വെക്കുക. ചെങ്കടലിനെ വിഭാജിച്ച ദൈവം, യോർദാന്റെ ഒഴുക്ക് നിർത്തിയ ദൈവം ഇന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. വിശ്വസിക്കുക. അല്പനേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. ഇന്ന് രോഗത്തിന്റെ ആത്മാവിന് നിങ്ങളെ ബാധിക്കുന്നുണ്ടെങ്കിൽ മക്കൾ സൗഖ്യത്തിന്റെ അവകാശികളാണ്. ഇന്ന് യഹോവയാൽ നിങ്ങൾക്ക് സൗഖ്യം വരും. അവൻ നിങ്ങൾക്ക് സൗഖ്യം തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. കഷ്ടങ്ങൾ വന്നോട്ടെ, എന്നാൽ എല്ലാ നാമത്തിലും മേലായ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വിടുതലുണ്ട്. അവന്റെ കൃപ നിനക്ക് മതി. എല്ലാ പ്രയാസങ്ങളിലും അതിജീവിപ്പാൻ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെയുണ്ട്. പ്രാർത്ഥനയിലും സ്തോത്രത്തിലും വചനധ്യാനത്തിലും നീ മുമ്പോട്ട് പോകുക. ദൈവത്തിന്റെ ശക്തമേറിയ സാന്നിധ്യം, വലിയ വിടുതലുകൾ നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. യോസഫിന്റെ ജീവിതത്തിൽ നമ്മൾ പഠിച്ചു, he was chosen by God, yet he was rejected by his own. He remained faithful wherever he went, but he was not rewarded according to his faithfulness. He was betrayed, he suffered based on false witnesses. ഇന്ന് കാരാഗ്രഹത്തിന്റെ അനുഭവം ആണേലും വിടുവിക്കുന്ന ഒരു ദൈവത്തിനെ യോസഫിന് അറിയാം. ക്രൂശിക്ക ക്രൂശിക്ക എന്ന് പറഞ്ഞ യഹൂദന്മാരുടെ മധ്യയിലും യേശുവിന് അറിയാം, even though my hour is coming, one day God will lift me up. കഷ്ടം സഹിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, നിന്റെ എത്രമാത്രം നീ കഷ്ടം സഹിക്കുന്നോ അത്രമാത്രം നിന്റെ ഉയർച്ചയുണ്ട്. എത്രമാത്രം നീ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നോ, ത്യജിക്കപ്പെടുന്നോ, അത്രമാത്രമായിരിക്കും നിന്റെ ഉയർച്ച. യോസഫ് കാരാഗ്രഹത്തിലായിട്ട് നിരാശപ്പെട്ടില്ല. അവിടെയും അവൻ വിശ്വസ്തനായിരുന്നു. അവിടെയും അവൻ യഹോവയുടെ ആലോചന ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഏത് സാഹചര്യങ്ങളിലായിരുന്നാലും യഹോവയുടെ ആലോചന ചോദിക്കുക. 5ാമതായി നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്, എല്ലാ നാളും കഷ്ടം നിന്നില്ല. ഒരു ദിവസം ഒരു ഉയർപ്പിന്റെ, ഒരു എക്സോൾട്ടേഷന്റെ ദിവസം വരുന്നുണ്ട്. ജനസിസ് ചാപ്റ്റർ 41 വേഴ്സസ് 14. ഉടനെ ഫറവോൻ ആളയച്ചു യോസഫിനെ വിളിപ്പിച്ചു. അവർ അവനെ വേഗത്തിൽ കുണ്ടറയിൽ നിന്ന് ഇറക്കി. അവനെ ക്ഷൗരം ചെയ്യിച്ചു. വസ്ത്രം മാറി ഫറവോന്റെ അടുക്കൽ ചെന്നു. ഫറവോൻ യോസഫിനോട്, ഞാനൊരു സ്വപ്നം കണ്ടു, അതിനെ വ്യാഖ്യാനിപ്പാൻ ആരുമില്ല. എന്നാൽ നീ ഒരു സ്വപ്നം കേട്ടാൽ വ്യാഖ്യാനിക്കുമെന്ന് നിന്നെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. നീ ദൈവത്തിലാണെങ്കിൽ ഒരു രാത്രി മതി നിന്റെ അവസ്ഥയ്ക്കൊരു വ്യത്യാസം വരാൻ. പ്രിസണിൽ കിടന്ന യോസഫ്, പ്രിസൺ വസ്ത്രം, നീണ്ട മുടി, ആരും മുടി വെട്ടാനില്ല, നീണ്ട താടി. ഫറവോന്റെ മുമ്പിൽ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റത്തില്ല. ഫറവോൻ ആവശ്യം വന്നപ്പോൾ ഒരു രാത്രി കൊണ്ട് ക്ലീൻ ഷേവ്, വളരെ സ്മാർട്ടായി നല്ല വസ്ത്രം ധരിപ്പിച്ചു ഫറവോന്റെ മുമ്പിൽ നിർത്താൻ. ദൈവമക്കളെ, നിന്നെ മനുഷ്യൻ തള്ളിയാലും നിന്നെ ഉയർത്തുന്ന ഒരു ദൈവം. ചിലർ നിന്നെക്കുറിച്ച് ആലോചിക്കും, അന്നേരം അവർ ദൈവം നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കും, നിന്നെ ഉയർത്താൻ വേണ്ടി ഒരു വാതിൽ തുറക്കും. നിന്ദിച്ചവരുടെ മുമ്പിൽ നീ മാനിക്കപ്പെടും. എവിടെ നീ നിന്നെ അനുഭവിച്ചോ, എവിടെ മാറയുടെ അനുഭവം ഉണ്ടായിരുന്നോ, അവിടെ മധുരമാക്കാൻ ദൈവ സാന്നിധ്യം ഇന്ന് രാവിലെ പ്രവർത്തിക്കുന്നു. ഫിലിപ്പിയർ 2:9 മുതൽ 11 വരെ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 9 മുതൽ 11 വരെ.
അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനു മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലിലൊക്കെയും മടങ്ങുകയും എല്ലാ നാമവും യേശുക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. കാൽവരി ക്രൂശിൽ വരെ അനുസരണമായി പാപമില്ലാത്ത യേശു രണ്ട് കള്ളന്മാരുടെ ഇടയിൽ ക്രൂശീകരിച്ച യേശുവിന്റെ കഷ്ടത നിമിത്തം, ഹല്ലേലൂയ, എന്നാൽ മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കാൻ സാധിച്ചില്ല. മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ മരണത്തോളം അനുസരിച്ച യേശുവിനെ പിതാവായ ദൈവം അവനെ ഉയർത്തി. എല്ലാ നാമത്തിലും മേലായ നാമം യേശുവിന്റെ നാമമാണ്. എല്ലാ മുഴങ്കാലും ജീസസ് ക്രൈസ്റ്റ് ഇസ് ലോർഡ് എന്ന് പറയുന്ന ഒരു ദിവസം വരും. എല്ലാ മുഴങ്കാലും മടങ്ങും. എവറി ടങ് വിൽ കൺഫെസ് ദാറ്റ് ഹി ഈസ് ലോർഡ്. എഫേസ്യർ 2:6. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിനു ക്രിസ്തുയേശുവിനിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. നമ്മളെ ക്രിസ്തുയേശുവിന്റെ കൂടെ സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ഇന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിന്റെ ആത്മാവിനാൽ നടക്കപ്പെടുന്ന ദൈവജനമേ, ഈ ലോകത്തിൽ മാത്രമല്ല, നിന്റെ ആത്മാവ് വീണ്ടെടുക്കപ്പെട്ടതിനാൽ യു ആർ സീറ്റഡ് ഇൻ ദ ഹെവൻലി പ്ലേസസ് വിത്ത് ക്രൈസ്റ്റ് ജീസസ്. ഹല്ലേലൂയ. ഒരു കാര്യം മറന്നു പോകല്ല, യേശുവിന്റെ കൂടെ നീയും വാഴുന്ന ഒരു കാലം വരും. 2 തിമോത്തിയോസ് 2:12. 2 തിമോത്തിയോസ് 2:12. നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മയും തള്ളിപ്പറയും. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. കേൾക്കുന്നവരെ മറിച്ച് കളയുന്നതല്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്ദാനം ചെയ്യാതിരിക്കണമെന്നും കർത്താവ് സാക്ഷിയായി അവരെ ഓർമ്മപ്പെടുത്തുന്നു. We are going to reign with God. ഇന്ന് ഈ ലോകത്തിൽ അവനെ ത്യജിക്കാതിരിക്കുന്ന നമ്മൾ, യേശു നമ്മളെ ത്യജിക്കത്തില്ല. തൻ്റെ രണ്ടാം വരവിൽ നമ്മളെയും അവൻ്റെ കൂടെ എടുക്കപ്പെടും. ആറാമതായി നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്, ജോസഫ് became a savior. Joseph became a savior as a shadow of Jesus Christ. ജനസിസ് 50:20. നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിനു ജീവരക്ഷ വരുത്തേണ്ടതിനു അതിനെ ഗുണമാക്കി തീർത്തു. നിങ്ങളോ എൻ്റെ ദോഷം വിചാരിച്ചു, പക്ഷേ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. പ്രൈസ് ദി ലോർഡ്. യഹൂദന്മാർ യേശുവിനെ ക്രൂശിച്ചത് ഒരു കള്ളനായിട്ടാണ്. പക്ഷേ ആ ക്രൂശീകരണം കാരണം പുറജാതിക്കാരനായി കടന്ന എനിക്കും നിനക്കും പിതാവിന്റെ സന്നിധിയിലേക്ക് വരുവാൻ ഇന്ന് യേശു ക്രിസ്തുവിന്റെ രക്തം താൽ കഴുകിയ ജനത്തെ ദൈവം തന്റെ അടുത്തോട്ട് ചേർപ്പിച്ചു. നമ്മളെ റൈച്ചസ് ആക്കി. റൈച്ചസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സ്റ്റാൻഡിങ് വിത്ത് ഗോഡ്. പിതാവിന്റെ സന്നിധിയിൽ നമ്മളെ റൈറ്റ് സ്റ്റാൻഡിങ് വിത്ത് ഗോഡ് ആക്കി. ഹല്ലേലൂയ. ക്രൈസ്റ്റ് ഈസ് ദ സേവിയർ ഓഫ് ദിസ് വേൾഡ്. എപ്രകാരം യോസഫ് അനേകർക്കൊരു വിടുതലായി തീർന്നോ, അപ്രകാരം ഇന്ന് ക്രിസ്തു നിന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പാൻ, അവനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ നിന്നെയും വിളിക്കുന്നു. സ്വർഗത്തിലേക്കുള്ള വഴി is narrow, but broad is the road to hell and destruction. ഇന്ന് യേശുവിനെ നീ തിരഞ്ഞെടുക്കുക, യേശുവിന്റെ പാത പിൻപറ്റുക. യേശു മുഖാന്തരം നീ നിന്റെ നിത്യജീവന്റെ അവകാശിയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പുതിയ നിയമ വിശ്വാസിയെ നിന്നോട് ദൈവം സംസാരിക്കുന്നത് 2 Corinthians 5:18-20. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിനു ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോകുന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചുമിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാധിപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെ ആകുന്നു. Then we are ambassadors of Christ. ഇന്ന് ദൈവജനമേ,
ഒരു കാര്യം മറക്കല്ല, യോസഫിന്റെ ജീവിതം അനേകർക്കൊരു വിടുതലായെങ്കിൽ നിന്റെ ജീവിതവും അനേകർക്കൊരു വിടുതലാണ്. ഞാനത് കാര്യം പറയാം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഈ വിഷയത്തിൽ ഒന്ന് ചെറുതായിട്ട് തൊട്ടു. യു ആർ കോൾഡ് ഫോർ ഹിസ് പർപ്പസ്. യു ആർ പ്ലേസ്ഡ് ഇൻ എ വെരി സ്പെഷ്യൽ പ്ലേസ്. ഇന്ന് നീ മുഖാന്തരം മാത്രം യേശുവിനെ കാണുന്നവർ ലോകത്തിലുണ്ട്. It is only through your life that they are going to know Jesus. You are called to be an ambassador of God. യേശു ക്രിസ്തു മുഖാന്തരം ലോകത്തിന് രക്ഷ വന്നെങ്കിൽ ഇന്ന് നീ മുഖാന്തരം ചില ജീവിതങ്ങൾ വിടുവിക്കപ്പെടണം. ഇത് സത്യമാണ്. നീ മുഖാന്തരം സ്വർഗത്തിലെ അക്കൗണ്ടിൽ കുറച്ചുപേരെ നിത്യജീവന്റെ അവകാശികളാക്കി തീർക്കണം. യോസഫിന്റെ ജീവിതം എപ്രകാരം അനേകർക്കൊരു അനുഗ്രഹമായി തീർന്നു. പലരും ദോഷത്തിന് വേണ്ടി ചെയ്തെങ്കിലും ദൈവം അത് നന്മയ്ക്കായി കൂടി വ്യാപരിച്ചു. യേശു ക്രിസ്തുവിനെ എന്നേക്കുമായി ക്രൂശിച്ച് കളഞ്ഞ് ഇനിയും ഈ ശല്യം വേണ്ട എന്ന് പറഞ്ഞവർ ഒരു നാൾ അവരും വിളിച്ചു പറയും, ഹി ഈസ് ദ സേവിയർ ഓഫ് ദ വേൾഡ്, ഹി ഈസ് ദ സൺ ഓഫ് ഗാഡ്. നിങ്ങളെ കണ്ടും നിങ്ങൾ പോകുന്നിടത്ത് ചിലർ പറയും, അവൻ യേശുവിനെ പിൻപറ്റിയവൻ, അവൻ മുഖാന്തരം ഞാൻ യേശുവിനെ കാണാൻ ഇടയായി. നിങ്ങൾ പോകുന്ന ദേശത്തിലും നിങ്ങൾ പോകുന്ന ജോലി മണ്ഡലങ്ങളിലും നിങ്ങൾ പോകുന്ന എല്ലാ സാഹചര്യം, ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റിലായിരിക്കും പോകുന്ന, കടകളിലായിരിക്കും പോകുന്ന, ദൈവാത്മാവ് അവിടെയും പ്രവർത്തിക്കാൻ സർവശക്തനാണ്. നിങ്ങൾ മുഖാന്തരം ചിലരെ നിത്യ നരകത്തിൽ നിന്ന് നിത്യജീവൻ അവകാശികളാക്കി തീർക്കേണ്ടതിന് നിങ്ങൾ ധൈര്യപ്പെട്ടിരിക്കുക. നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന പ്രയാസങ്ങൾ സാരമില്ല, ഇപ്പോൾ നേരിടുന്ന കഷ്ടങ്ങൾ സാരമില്ല. നിങ്ങളെ വിളിച്ച വിളിയുടെ ആഴം മനസ്സിലാക്കുക. ഇന്ന് ചിലരില് സുവിശേഷം എത്തണമെങ്കിൽ നിങ്ങളിൽ കൂടെ മാത്രമേ എത്താൻ സാധിക്കൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവസാനത്തെ പോയിന്റ്, ഹി ഈസ് റിവീൽഡ് ടു ഓൾ. He is revealed to all. Genesis 41 verses 57. ഭൂമിയിലെങ്ങും ക്ഷാമം കഠിനമായി തീർന്നിരിക്കുന്നത് കൊണ്ട് സകല ദേശക്കാരും ധാന്യം കൊള്ളുവാൻ മിസ്രയീമിൽ യോസഫിന്റെ അടുക്കൽ വന്നു. സകല ദേശക്കാരും ധാന്യത്തിനു വേണ്ടി മിസ്രയീമിൽ ജോസഫിന്റെ അടുത്ത് വന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാ രാജ്യക്കാരും അറിയുന്ന ഒരു ദിവസം വരും. എല്ലാ രാജ്യക്കാരും മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും. പൊട്ടക്കിണറ്റിലിട്ടപ്പോൾ യോസഫ് വിശ്വസ്തനായിരുന്നു. പ്രിസണിൽ കിടന്നപ്പോൾ യോസഫ് വിശ്വസ്തനായിരുന്നു. കള്ളസാക്ഷി ഉണ്ടായിട്ടും യോസഫ് വിശ്വസ്തനായിരുന്നു. ഹല്ലേലൂയ. യേശു അവനെ ഉയർത്തി. അവന്റെ പേര് അനേകർക്കൊരു വിടുതലായി തീർന്നു. ഇന്ന് യേശുവിന്റെ നാമം അനേക ജീവിതത്തിലൊരു വിടുതലാണ്. Revelation chapter 1 verses 7. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചു വരും, അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഊവ്, ആമേൻ. Amen, amen, amen. Hallelujah. Every eye shall see him, and they also which pierced him, and all kindness of the earth shall wail because of him. ഇന്ന് അവനെ കുത്തിത്തുളച്ചോരും. ഇതൊരു പ്രവചനം നിവർത്തീകരിച്ചിട്ടില്ല, അത് നിവർത്തീകരിക്കും. ബൈബിളിലെ എല്ലാ പ്രവചനവും നിവർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രവചനവും നിവർത്തീകരിക്കും. ഇത് വരാൻ പോകുന്നൊരു ദിവസമുണ്ട്. യോസഫ് എപ്രകാരം എല്ലായിടത്തും അറിയപ്പെട്ടോ അപ്രകാരം ലോകത്തിലെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എല്ലാവരും യേശുവിനെ കാണുന്ന ഒരു ദിവസം വരും. അവനെ കുത്തിയോർ പോലും അവൻ ദൈവമാന്ന് പറയുന്ന ഒരു ദിവസം. അവനായിരുന്നു, ഹി വാസ് ദ ട്രൂ ഗാഡ്. ഹല്ലേലൂയ. കൊളോസ്യർ 3:4.
നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടി തേജസ്സിൽ വെളിപ്പെടും. നമ്മളുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നമ്മളും അവനോടുകൂടി തേജസ്സിൽ വെളിപ്പെടും. ദിസ് ടൈം ഇസ് കമ്മിങ്. ഹല്ലേലൂയ. ദിസ് ടൈം ഇസ് കമ്മിങ്. നിങ്ങൾ ധൈര്യപ്പെട്ടിരിക്കുക. ഇപ്പം നിങ്ങൾ എത്ര താഴ്ന്ന അവസ്ഥയിലാന്നേലും നിങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു കാലം വരും. ഹല്ലേലൂയ. അനേകർക്ക് നിങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു കാലം വരും. നിങ്ങൾ ധൈര്യമായിരിക്കുക. എവിടെ പാർത്താലും വിശ്വസ്തനായിരിക്കുക. സാഹചര്യങ്ങൾ പ്രതികൂലമാന്നേലും ഇന്ന് ആശ്രയിപ്പാൻ ആരില്ലേലും യേശുവിൽ ആശ്രയിക്കുക. മനുഷ്യന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യേശുവിൽ ആശ്രയിക്കുന്നതാണ്. ചില രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുമ്പോൾ ഇന്ന് നിന്റെ ആശ്രയം യഹോവയിലായിരിക്കട്ടെ. ഹല്ലേലൂയ. ഈ അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളാൽ ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ശ്രദ്ധ വെച്ച് കേട്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവം നിങ്ങളെ ഈ വരുന്ന ആഴ്ചക്കാലം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച്